നമ്മളെല്ലാവരും ഗൂഗിളിലൂടെയാണ് സെർച്ച് ചെയ്യാറുള്ളത്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ, അതായത് നമ്മൾ ഗൂഗിൾ ക്രോമിലൂടെയൊക്കെ ഒരു വെബ്സൈറ്റ് പ്രവേശിക്കുമ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് പുറത്തേക്ക്, അതായത് നമ്മൾ പ്രവേശിക്കുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസുകളോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളോ ഒക്കെ നൽകിക്കൊണ്ട് ഭാവിയിൽ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും. കാരണം അതൊരു ഫേക്ക് വെബ്സൈറ്റ് ആയിരിക്കും. ദുരുദ്ദേശപരമായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത്തരം വെബ്സൈറ്റുകളൊക്കെ ഇപ്പോൾ ഓൺലൈൻ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിലായിരിക്കുന്ന വെബ്സൈറ്റൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ചിലപ്പോൾ അതുമായി സാമ്യമുള്ള ചില വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് മുഖാന്തരം നമ്മുടെ മൊബൈലിലേക്ക് വൈറസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസുകൾ, മറ്റു അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗസറുകൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കുന്നതിന് വേണ്ടി, നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടി ഗൂഗിൾ തന്നെ പുറത്തിറക്കിയ ഒരു സെറ്റിംഗ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളെല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിലാണ്, അതായത് ഗൂഗിൾ ബ്രൗസറിലാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പം യൂസ് സെക്യൂർ DNS എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ബ്രൗസിങ്ങൾ സെക്യൂർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവർ എന്നുള്ള ഒരു പേരിലാണ് ഈ DNS എന്നറിയപ്പെടുന്നത്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇതുപോലെ ഡിസേബിൾ ആണെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ യൂസ് യുവർ കറന്റ് സെർവർ പ്രൊവൈഡർ എന്നുള്ളതിൽ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ സാധാരണ ബ്രൗസ് ചെയ്യുന്നതൊക്കെ ഗൂഗിൾ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള DNSലാണ് കിടക്കുക. അപ്പോൾ നമ്മളത് മാറ്റം വരുത്തണം, എന്നാലും നമുക്ക് കൂടുതൽ സെക്യൂർ ആയിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം എന്നതിന് അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. നമ്മൾ കാണാൻ സാധിക്കും കസ്റ്റം ഗൂഗിൾ പബ്ലിക് DNS, ക്ലീൻ ബ്രൗസിങ്, ക്ലൗഡ് ഫ്ലെയർ എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ക്ലൗഡ് ഫ്ലെയർ എന്നുള്ള അവസാന ഭാഗത്തുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലൗഡ് ഫ്ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ പ്രവേശിക്കുകയും മറ്റു ഫേക്ക് ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള പ്രവേശനം ഈ ഒരു ഗൂഗിൾ തന്നെ നമുക്ക് സെക്യൂർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നല്ലൊരു സെറ്റിങ്സ് ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗൂഗിൾ ഈ സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായി ഉടനെ ചെയ്തു വെക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.